തകർന്നത് എയർ ഇന്ത്യയുടെ വിമാനം ആണ്, യാത്രാ വിമാനമാണ്. ആദ്യം ഈ വിവരം ലഭ്യമാകുമ്പോൾ നമുക്ക് യാത്രാ വിമാനം എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നീട് ഏറ്റവും ഒടുവിലായി പിന്നീട് ലഭ്യമായത് യാത്രാ വിമാനം എന്ന കൺഫർമേഷനാണ്, സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത്. അർജുൻ പീതാംബറിലേക്ക് പോകുന്നു. അർജുൻ, പുതിയ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ? പല അനുമാനങ്ങളും പല കണക്കുകളൊക്കെ അർജുനിലേക്ക് വരാം. ബാലു, പുതിയ ഡീറ്റെയിൽസ് എന്താണ് ബാലു? ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അപകടം സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് അല്പസമയത്തിനുള്ളിൽ തന്നെ എയർ ഇന്ത്യ പുറത്തിറക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എയർ ഇന്ത്യയുടെ ബോയിങ് ഡ്രീംലൈനർ 787 വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും സാങ്കേതിക കുഴപ്പം കാരണം, അതായത് വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതികമായ ഈ പോരായ്മകൾ കാരണമാണോ ഈ അപകടം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ പരിശോധനകൾ നടത്തിവരുന്നു എന്നാണ് എയർ ഇന്ത്യയും DGCയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:10 അഹമ്മദാബാദിൽ നിന്ന് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് 10 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത് വെച്ച്, അതായത് ടേക്ക് ഓഫിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ അപകടം ഉണ്ടായിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 12 ജീവനക്കാരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 233 യാത്രക്കാരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ 1:10 പൊങ്ങിയ വിമാനം കൃത്യം 7 മിനിറ്റിന് ശേഷം 1:17 അപകടത്തിൽപ്പെട്ടതെന്ന വിവരമാണ്.